ഡോക്ടർ അരുൺ, ഇപ്പോൾ അവിടെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടോ അതോ മഴ പെയ്യുകയാണോ? എത്രയും പെട്ടെന്ന് ഈ സെർച്ച് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന് കാലാവസ്ഥ തടസ്സമാവുകയാണോ ഡോക്ടർ അരുൺ? നോക്കൂ, തെളിഞ്ഞു നിന്ന മാനം വളരെ പെട്ടെന്ന് മാറുന്നതാണ് കാണുന്നത്. കനത്ത കാറ്റാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ ശക്തമായ കാറ്റാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ക്യാമറമാൻ കൂടി ലെഫ്റ്റ് സൈഡിലേക്ക് മാറി നിൽക്കാം. കാരണം റൈറ്റ് സൈഡിൽ എപ്പോൾ വേണമെങ്കിലും ഒരു ലാൻഡ് സ്ലൈഡിനുള്ള സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. പൊട്ടൻഷ്യലി ലാൻഡ് സ്ലൈഡ് ഹൈ അലേർട്ടാണ്. പ്രേക്ഷകർക്ക് കാണാം അതിൻ്റെ കാറ്റിൻ്റെ ശക്തി. വളരെ പെട്ടെന്ന് മഴ പെയ്യുകയായിരുന്നു. 8 മീറ്റർ താഴ്ചയിലൊരു ലോഹവസ്തു, അത് വളരെ കട്ടിയുള്ള ലോഹവസ്തു, കുറച്ചധികം ദൈർഘ്യമുള്ള ലോഹവസ്തു കണ്ടെത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു കൺവിൻസിങ് സിഗ്നലാണ്. അത് പാറക്കഷണത്തിൻ്റെതല്ല എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാമെന്നാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് ലോറിയുടേത് തന്നെയാണോ എന്ന് മാത്രം ഉറപ്പിച്ചാൽ മതി. ഏറ്റവും നിർണായകമായ ബ്രേക്ക് ത്രൂ ആണ്. പക്ഷേ അതിനിടയിൽ കനത്ത മഴയെത്തുന്നു. വെറ്റ് ആയ സർഫസിൽ ഈ സിഗ്നലുകൾ തെറ്റായി പോകാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. പ്രേക്ഷകർക്കറിയാം അത്രമേൽ പ്രതികൂലമായൊരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഇത്രയും ശക്തമായ കാറ്റിൽ, ഇത്രയും ശക്തമായ മഴയിൽ മറ്റൊരു മണ്ണിടിച്ചിൽ സാധ്യത കൂടി പ്രവചിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇപ്പോൾ നടക്കുന്നത്. പ്രേക്ഷകർക്ക് കാണാവുന്നതാണ് ആ മഴയുടെ ശക്തി, കാറ്റിൻ്റെ ശക്തി. നമുക്ക് കുടയിൽ പോലും നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ശക്തിയുണ്ട്. ഒരു ഭാഗത്ത് നിറയെ ഇളകിക്കൊണ്ടിരിക്കുന്ന മണ്ണാണ്, മറുഭാഗത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയാണ്. ഇതിന് നടുക്ക് നിന്നാണ് ഈ രക്ഷാപ്രവർത്തക ദൗത്യം ഇപ്പോൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോഴിക്കോട് നിന്നുള്ള എം പി രാഘവൻ, മഞ്ചേശ്വരത്ത് നിന്നുള്ള MLA, ഒപ്പം അഷറഫ്, ഒപ്പം കാർവാറിലെ MLA സതീഷ് സിംഗ് സെയിൽ എന്നിവരിപ്പോൾ ഈ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറിനോടൊപ്പമുള്ള പരിശോധനയ്ക്കൊപ്പമുണ്ട്. ഡോക്ടർ അരുൺ, മഴയാണോ മാറി നിൽക്കൂ. ഡോക്ടർ അരുൺ, അങ്ങയുടെ ജീവനും വിലപ്പെട്ടതാണ് ഞങ്ങൾക്ക്, മാത്രമല്ല നമുക്ക് എല്ലാവർക്കും വിലപ്പെട്ടതാണ് അങ്ങയുടെ ജീവൻ. അങ്ങൊന്ന് ആ മഴയിൽ നിന്ന്, ആ കാറ്റടിക്കുന്നുണ്ട്, അവിടെ നിന്നൊന്ന് മാറി നിൽക്കണം. ഒപ്പം നമ്മുടെ വാർത്താ സംഘവും സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. കാരണം മണ്ണിടിച്ചിൽ മേഖലയാണ്, മണ്ണിടിയാൻ ഇനിയും സാധ്യതയുണ്ട്. കനത്ത മഴ പൊടുന്നനെയാണ് അവിടെ പെയ്യുന്നത്. മറുഭാഗത്ത് ഈ സിഗ്നലുകൾ ഏത് കാലാവസ്ഥയിലും സിഗ്നലുകൾ ലഭിക്കുന്ന സംവിധാനമാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണായാലും ചെളിയായാലും മഴയായാലും പരിശോധന നടത്താൻ കഴിയും. ഇനി നമ്മൾ കാലാവസ്ഥയെ പഴിച്ച് മാറി നിൽക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് മണ്ണ് നീക്കണം. അർജുൻ്റെ ലോറി അവിടെ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടെത്തണം. നേരത്തെ നമ്മൾ റിപ്പോർട്ടറിലൂടെ കാണിച്ച ദൃശ്യങ്ങൾ നമുക്ക് ഉണ്ട്. ആ സ്റ്റോക്ക് വിഷ്വൽസ് നമുക്കൊന്ന് എടുക്കാവുന്നതാണ്. 5 പാറക്കഷണങ്ങൾ കിടക്കുന്ന ഒരു മൺകൂനയുണ്ട്. ആ മൺകൂനയ്ക്കടിയിലാണ് ഈ ലോറി ഉള്ളത് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ആ വലിയ പാറക്കഷണങ്ങൾ, അവിടേക്ക് JCB ഇതുവരെ പോയിട്ടേയില്ല, അവിടെ JCB ഉപയോഗിച്ച മണ്ണ് നീക്കിയിട്ടേയില്ല. ആ പാറ, ആ മൺകൂന അത് മലയുടെ ഭാഗമാണ് എന്ന അസംഷനിലാണ് ഇതുവരെ തെരച്ചിൽ നടത്തിയിരുന്നത്. അവിടെ കാണുന്ന ആ ഒരു വലിയ പാറയും ചുറ്റുപാടുമുള്ള 5 പാറയും ചേരുന്ന ആ മൺകൂനയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. സ്റ്റോക്ക് വിഷ്വൽസ് ആണ്. അതിൽ കാണുന്ന ആ വലിയ പാറ, അതിനടിയിൽ മണ്ണുണ്ട്. ആ വലിയ മൺകൂനയ്ക്കടിയിൽ ലോറിയുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. കട്ടിയുള്ള ലോഹഭാഗം എന്ന് സിഗ്നൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പരിശോധന തീർച്ചയായും നടത്തണം. അതൊരു പക്ഷേ നമ്മുടെ ലോറിയുടേതാകാം, നമ്മുടെ അർജുൻ്റെ ലോറിയുടേതാകാം. അതുകൊണ്ട് ദയവ് ചെയ്ത് അവിടെ പരിശോധന തുടരണം എന്നുള്ളതാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് അർജുനെ കണ്ടെത്തി ജീവന്റെ കണികയോടെ അർജുനെ കിട്ടുകയാണെങ്കിൽ എയർലിഫ്റ്റ് ചെയ്യാനോ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാനോ ഉള്ള സംവിധാനങ്ങൾ അവിടെ തയ്യാറായി നിൽക്കണം. എത്രയും പെട്ടെന്ന് അവിടെ നിന്നുള്ള മണ്ണ് നീക്കി അർജുനെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ മുന്നിൽ ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. 7ാമത്തെ ദിവസമാണ്. ഇത്രയും ദിവസം അർജുൻ അതിജീവിച്ചിട്ടുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. അർജുനെ ജീവനോടെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആ ലോഹഭാഗം ഒരു ലോറിയുടേതാണോ? ആ മണ്ണിനടിയിൽ അർജുൻ്റെ ലോറിയുണ്ടോ? അതാണ് നമുക്ക് അറിയേണ്ടത്. അവിടെ ഇനിയിപ്പോൾ കൃത്യമായി മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എക്സ്കവേഷൻ തുടങ്ങാൻ കഴിയും. വലിയ പാറക്കഷണങ്ങൾ അതടക്കം മാറ്റുന്നതിനായുള്ള പ്രവൃത്തികൾ നടത്താൻ കഴിയും. പക്ഷേ ഇപ്പോൾ അവിടെ മഴ പെയ്യുകയാണ്. കനത്ത കാറ്റും മഴയും പെട്ടെന്നാണ് തുടങ്ങിയത്. കാലാവസ്ഥ നമുക്കൊപ്പം നിൽക്കുന്നില്ല. കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ലൊക്കേറ്റ് ചെയ്തത് ലോറിയാണോ എന്നതിൽ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. ലോഹഭാഗം മണ്ണിനടിയിലുണ്ട്. ഈ അപകടമുണ്ടായ വേളയിൽ ഡോക്ടർ അരുൺ, ഈ അപകടമുണ്ടായ വേളയിൽ 8:15 അതുവഴി പാസ് ചെയ്തു പോയ വിനീഷ് പറയുന്നത് അവിടെ നിർത്തിയിട്ടിരുന്നത് 2 വാഹനങ്ങളാണ്. അതിൽ ഒരു ബുള്ളറ്റ് ടാങ്കർ അപകടത്തിൽ പെടാതെ, അതിന്റെ ഡ്രൈവർ മരിച്ചു, പക്ഷേ ടാങ്കറിന് അപകടം ഉണ്ടായില്ല. ടാങ്കർ മാറ്റിയിട്ടു എന്ന് അഭിലാഷ് എന്നയാൾ, അപകട സ്ഥലത്തുണ്ടായിരുന്ന അഭിലാഷും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഈ ഒരു ലോറി മാത്രമാണ് പാർക്ക് ചെയ്തിരുന്നത് എന്നത് വിനീഷിന്റെ വാക്കുകളിലൂടെ നമുക്ക് സ്ഥിരീകരിക്കാവുന്ന കാര്യമാണ് ഡോക്ടർ അരുൺ. അപ്പോൾ ഇപ്പോൾ വരുന്ന ലോഹഭാഗങ്ങളുടെ സിഗ്നൽ നമ്മുടെ ലോറിയുടേതായിരിക്കില്ലേ?
സുജയ, ഇതിനകത്ത് ആകെ മുന്നിലുള്ള രണ്ട് ചോദ്യങ്ങൾ. 8 മീറ്റർ ആഴത്തിൽ കണ്ടെത്തിയ ഈ സാധനം ഒരു പാറയാണോ, മെറ്റൽ ഭാഗമാണോ, അത് ലോറിയുടെ ഭാഗം തന്നെയാണോ എന്ന കാര്യത്തിലാണ്. കാരണം റഡാർ വെച്ചുള്ള പരിശോധനയിൽ, പ്രത്യേകിച്ച് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറിൻ്റെ ഒരു പരിമിതി, അതിൽ ഏതെങ്കിലും മിനറൽസോ ഏതെങ്കിലും ലോഹഭാഗങ്ങളോ ഉണ്ടെങ്കിൽ അത് പാറയുടേതാണെങ്കിലും മണ്ണിൻ്റെ ഭാഗമാണെങ്കിലും അത് തെറ്റായ സിഗ്നൽ നൽകും എന്നുള്ളതാണ്. വെറ്റ് സർഫസിലും അതിൽ ചിലപ്പോൾ സിഗ്നലുകൾ കൃത്യമാകണമെന്നില്ല. കാരണം ഉത്കലിൽ നിന്നുള്ള NIT സംഘത്തിൻ്റെ GPS റഡാറിൽ നേരത്തെ പതിഞ്ഞത് പലതും വലിയ പാറകളായിരുന്നു. അവിടെ നമ്മൾ കണ്ട പാറയുടെ വലിപ്പം പ്രേക്ഷകർക്കറിയാം. ഈ കാറിൻ്റെ ഏകദേശം 3 ഇരട്ടി വലിപ്പമുള്ള പാറയൊക്കെ ഈ മണ്ണിനടിയിൽ ഉണ്ടായിരുന്നു. ആ സർഫസിലേക്ക് ഈ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറുടെ സിഗ്നലുകൾ പോയാൽ സ്വാഭാവികമായും ഒരു തെറ്റായ സിഗ്നൽ തന്നേക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന 8 മീറ്റർ താഴ്ചയിലുള്ള കൺവിൻസിംഗ് സിഗ്നൽ എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ കൂടുതൽ നീളത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയുടേതാവാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നമ്മളുടെ തെരച്ചിൽ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വരേണ്ടത് ഇനിയുള്ള 10 മിനിറ്റാണ്. പക്ഷേ ഒരു പ്രശ്നം ഇപ്പോഴുള്ളത് അതിസങ്കീർണമായ ഒരു കാലാവസ്ഥയാണ്. വളരെ പ്രതികൂലമായ കാലാവസ്ഥ, ശക്തമായ കാറ്റും ശക്തമായ മഴയുമുണ്ട്. ബാരിക്കേഡ് പോലും മറിഞ്ഞു പോകുന്ന രീതിയിലുള്ള ശക്തമായ മഴയാണ് നമ്മൾ കണ്ടത്. ആ മഴ ഇപ്പോഴും തുടരുന്നു. അവിടെ നീർച്ചാലുകളുണ്ട് എന്ന് പ്രേക്ഷകർക്കറിയാം. പ്രത്യേകിച്ച് ഇപ്പോൾ സെർച്ച് നടക്കുന്ന 250 മീറ്റർ ശക്തമായ ജലപാതമാണ്. ആ ജലപാതത്തിൽ ഈ മെറ്റൽ ഡിറ്റക്ടറുകൾ പ്രവർത്തിക്കുക അല്പം ദുഷ്കരമാണ്. അതുകൊണ്ട് കൃത്യമായ പൊസിഷനിങ് ആണോ എന്നറിയില്ല. പക്ഷേ ഞാൻ അല്പസമയം മുമ്പ് രഞ്ജിത്ത് ഇസ്രായേലിയുമായി സംസാരിച്ചിരുന്നു. ആ കൃത്യമായ സ്ഥലത്താണ് ഇപ്പോൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ഇപ്പോൾ ഡീപ്പ് എക്സ്കവേഷൻ നടക്കുകയാണ്. ആ ഡീപ്പ് എക്സ്കവേഷൻ 8 മീറ്റർ താഴ്ചയിൽ എത്തിയാൽ മാത്രമേ അവിടെ നിന്നും നമുക്ക് കൺവിൻസിംഗ് സിഗ്നൽ ലോറിയുടേതാണ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കൂ. ആദ്യ വിവരം റിപ്പോർട്ടർ പ്രേക്ഷകർക്ക് നൽകുന്നു. 8 മീറ്റർ താഴ്ചയിൽ ലോഹത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. അത് ലോറിയുടേത് തന്നെയാണോ, മറ്റേതെങ്കിലും ഭാഗങ്ങളാണോ, അതല്ല വളരെ വലിപ്പമുള്ള പാറയുടേതാണോ, ഈ കാര്യത്തിൽ ഒരു സംശയം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. ഒരു കൺവിൻസിംഗ് സിഗ്നൽ എന്ന് മാത്രമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഔദ്യോഗികമായ കൺഫർമേഷൻ ഇനിയും എത്തിയിട്ടില്ല. അത്